ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർക്കുലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം. വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സീതി ഹാജി സ്റ്റേഡിയം, എടവണ്ണ. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും പിന്മാറുന്നുവെന്ന് നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും താമരക്കുളം ഡിവിഷനിലെ LDF സ്ഥാനാർത്ഥിയുമായിരുന്ന ഷൈജിമോൾ ടീച്ചർ ജനവിധി മാനിച്ചാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നതെന്നും അവർ പറഞ്ഞു. ഞാൻ 5 വർഷത്തെ ഒരു കൗൺസിലർ എന്നുള്ള നിലയിൽ വളരെ തിരക്കേറിയ ഒരു ജീവിതമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയിരുന്നു ഇനി വേണ്ട ഒരു വിശ്രമം ആവശ്യമാണെന്ന് തോന്നിയിരുന്നു. പക്ഷെ പിന്നീട് വാർഡിൽ നിന്നുള്ള എല്ലാവരുടെയും സ്നേഹപൂർണമായ അഭ്യർത്ഥനയും പാർട്ടിയുടെ നിർബന്ധവും വന്നപ്പോൾ ഞാൻ മത്സരിച്ചതാണ്. അപ്പോൾ ആ മത്സരിച്ചതിൽ ഞാൻ പ്രതീക്ഷിച്ചതുപോലെയുള്ള, ഞാൻ 100% പ്രതീക്ഷിച്ചിരുന്നു ജയിക്കുമെന്ന്. ആ ഒരു വിജയം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് എനിക്കൊരു അംഗീകാരം കിട്ടിയില്ല. അതിനെ ഞാൻ അംഗീകരിക്കുന്നു. ജനങ്ങളുടെ വിധി നമ്മൾ അംഗീകരിക്കുന്നു, ജനവിധി. അപ്പോൾ ഇനി തുടർന്ന് പൊതുപ്രവർത്തനത്തിൽ അതിന് വലിയ പ്രസക്തിയില്ല. നമ്മൾ വികസനത്തിൻ്റെ കാര്യത്തിൽ എൻ്റെ വാർഡിൽ എനിക്ക് എല്ലാം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം നമ്മുടെ വാർഡിൽ അങ്ങനെയൊക്കെ പ്രത്യേകമായ ആവശ്യങ്ങൾ തന്നെ ഇല്ല. ആ ഒരു അവസ്ഥയിൽ ജനങ്ങളുടെ ഒരു അംഗീകാരം കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾക്ക് പിൻവാങ്ങാൻ സമയമായി എന്നാണ്. അതാണ് ഞാൻ പൊതുപ്രവർത്തനത്തിൽ നിന്ന് പിന്മാറുന്നു എന്നുദ്ദേശിച്ചത്. അപ്പോൾ ഇത്രയും നാൾ ചെയ്യാൻ കിട്ടിയ അവസരം നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞല്ലോ, അത് മതി. ഇനി മുന്നോട്ട് അതിൻ്റെ ആവശ്യമില്ല എന്നെനിക്ക് തോന്നി. അത്രയും. താമരക്കുളം ഡിവിഷനിൽ വിജയം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം അംഗീകരിക്കുന്നു. കഴിഞ്ഞ 5 വർഷം ജനപ്രതിനിധി എന്ന നിലയിൽ താമരക്കുളം ഡിവിഷന്റെ വികസനത്തിനായി ഏറെ കാര്യങ്ങൾ ചെയ്യാനായി. ഡിവിഷനിൽ വികസന നേട്ടം ഉണ്ടാക്കാനായി. നഗരസഭയുടെ വികസന നേട്ടങ്ങൾ വോട്ടായില്ല. സംസ്ഥാന തലത്തിലുണ്ടായ ഒരു UDF തരംഗം നിലമ്പൂർ നഗരസഭയിലും ഉണ്ടായി. ജനവിധി മാനിച്ചാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നത്. സജീവമായി രാഷ്ട്രീയ രംഗത്തും ഉണ്ടാവില്ല. എന്നാൽ പൊതുരംഗത്ത് നിന്നും പൂർണ്ണമായി വിട്ടുനിൽക്കുന്നുവെന്ന് ഇതിന് അർത്ഥമില്ലെന്നും ഷൈജിമോൾ ടീച്ചർ പറഞ്ഞു. ഞാൻ പാർലമെന്ററി ആണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. പാർലമെന്ററി മേഖലയിൽ ഇനി ഞാൻ വേണ്ട. കാരണം ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ഒരു സ്ഥാനത്തിന് അല്ലെങ്കിൽ പാർലമെന്ററി മോഹം എന്ന് പറയുന്നത് തന്നെ ഒട്ടും എനിക്കും ഇല്ലായിരുന്നു, ഒരു സമയത്തും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇനി മുന്നോട്ട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് പിൻവാങ്ങുക എന്നാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ പൊതുപ്രവർത്തനത്തിനും ചിലപ്പോൾ മാറ്റം വന്നേക്കാൻ സാധ്യതയുണ്ട്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പാർട്ടിയായിട്ടൊന്നും ചർച്ച ചെയ്തിട്ടില്ല. എൻ്റെ സേവനം ആവശ്യമുണ്ടെന്ന് അത്ര തോന്നുന്ന സമയങ്ങളിൽ മാത്രം, ഞാൻ എന്നും ഒരു ഇടതുപക്ഷക്കാരി തന്നെയായിരിക്കും, അത്ര ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഇനി, കാരണം പകരം ആളുകൾ ഉണ്ടാവട്ടെ, ഇനി പുതിയ തലമുറ വരട്ടെ, നമ്മളെപ്പോലുള്ളവർ മാറി നിൽക്കുമ്പോൾ പുതിയ തലമുറ വരട്ടെ. അതുകൊണ്ട് ആ രീതിയിലേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. LDFന് ലഭിക്കേണ്ട വോട്ടുകൾ പൂർണ്ണമായി ലഭിച്ചിട്ടില്ല. താമരക്കുളത്ത് വോട്ട് ചോർച്ച പരാജയ കാരണമായിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ പാർട്ടിയാണ് പരിശോധിക്കേണ്ടത്. പാർട്ടിയും ഡിവിഷനിലെ വോട്ടർമാരും ആവശ്യപ്പെട്ടതിനാലാണ് വീണ്ടും മത്സരിച്ചത്. തുടങ്ങിവെച്ച പല കാര്യങ്ങളും പൂർത്തീകരിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. സർവീസ് സംഘടനാ രാഷ്ട്രീയത്തിലാണ് മുൻപ് പ്രവർത്തിച്ചിരുന്നത്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നതിനും ജനങ്ങളുടെ വിഷയങ്ങൾ മനസ്സിലാക്കാനും കഴിഞ്ഞ 5 വർഷം കൊണ്ടായി എന്നത് നേട്ടമായി കാണുന്നു. എന്തായാലും ഇനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കില്ലെന്ന് ഉറച്ച തീരുമാനമാണെന്നും അവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും. ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം. കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം. അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും. അതുകൊണ്ടിനി കൂടുതൽ സമ്പാദ്യം, കൂടുതൽ സന്തോഷം, കൂടുതൽ ആഘോഷങ്ങൾ. എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം. ചരിത്ര വിവാഹ് Bridal Collections by Shobhika Weddings.